കോഴിക്കോട് ജില്ലയിൽ കൂടരഞ്ഞിയിൽ താമസിക്കുന്ന സ്രാമ്പിക്കൽ മറ്റത്തിൽ ശ്രീ മാത്യു എം കെ ടോമി എന്നാണ് അദ്ദേഹം നാട്ടിൽ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ വീടാണിത്. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കൂടരഞ്ഞിയിൽ നിന്നും തോട്ടുമുക്കം പോകുന്ന വഴി 1/2 കിലോമീറ്റർ എത്തിക്കഴിയുമ്പോഴാണ്. നമസ്കാരം. സ്രാമ്പിക്കൽ കുടുംബാംഗങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ പരമ്പരയിൽ നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് കോഴിക്കോട് ജില്ലയിൽ കൂടരഞ്ഞിയിലുള്ള സ്രാമ്പിക്കൽ മറ്റത്തിൽ മാത്യു എം കെയും ഫാമിലിയുമാണ്. ടോമി എന്നാണ് ഇദ്ദേഹം നാട്ടിൽ അറിയപ്പെടുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഒരു പൂർവ്വ ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റത്തിൽ നിന്നും പാറയക്കുടിയിലായ മിഖായേലിന് അദ്ദേഹത്തിന് 9 മക്കളാണ് ഉണ്ടായിരുന്നത്. അതിൽ ആൺമക്കളിൽ 5ാമത്തെ മകനാണ് മേലുകാവ് മറ്റത്ത് വെള്ളാത്തൊട്ടിയിൽ താമസിച്ചിരുന്ന ശ്രീ ഔസേപ്പ്. ഔസേപ്പിന് 10 മക്കളാണ് ഉണ്ടായിരുന്നത്. അതിൽ 3ാമത്തെ മകനാണ് കുര്യാക്കോസ്. കുര്യാക്കോസിൻ്റെ 7 മക്കളിൽ ഏറ്റവും ഇളയ ആളാണ് ടോമി എന്ന് വിളിക്കുന്ന മാത്യു എം കെ. ടോമിയെയും കുടുംബത്തെയുമാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. നമസ്കാരം. ടോമി എന്നാണ് ചേട്ടന്റെ പേര്. ചേട്ടന്റെ ഔദ്യോഗികമായിട്ടുള്ള പേരെന്താണ്? മാത്യു എന്നാണ് ഔദ്യോഗികമായ പേര്. നിങ്ങളിപ്പോ താമസിക്കുന്ന ഈ സ്ഥലത്തിന്റെ പേരെന്താണ്? കൂടരഞ്ഞിയിലാണ് നിങ്ങൾ താമസിക്കുന്നത്. നിങ്ങളുടെയൊക്കെ വല്യപ്പനൊക്കെ ആയിട്ടാണ് കൂടരഞ്ഞിയിലേക്ക് വരുന്നത്. അതിനുശേഷം ഫാദറായിട്ട് ആ തറവാട്ടിൽ നിന്ന് മാറി താമസിച്ച വീടാണ് ഇത്. മാറി താമസിച്ചതാണ് ഈ വീട്. അമ്മയുടെ പേരെന്തായിരുന്നു? അമ്മയുടെ പേര് മറിയം എന്നാണ്. അമ്മയുടെ വീട് മേരിലാൻഡ്. വീട്ടുപേര് ചുവേലിക്കുടിയിൽ കുടുംബാംഗമാണ് അമ്മ. ചേട്ടന്റെ ഭാര്യ നമ്മുടെ ഒപ്പം ഉണ്ട്. ചേച്ചിയുടെ പേരെന്താണ്? സിൽവി എന്നാണ്. ചേച്ചിയുടെ വീട് പുല്ലുരാമ്പാറ. വീട്ടുപേര് റാണിക്കാട്ടെന്നാണ് വീട്ടുപേര്. മാതാപിതാക്കന്മാരുടെ പേര്? ചാച്ചന്റെ പേര് മൈക്കിൾ പാപ്പച്ചൻ എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. അമ്മച്ചിയുടെ പേര് അന്നമ്മ, വീട്ടിൽ വിളിക്കുന്ന തെയ്യാമ്മ. അമ്മയുടെ വീട് എവിടെയാണ്? അമ്മയുടെ വീട് ആനിക്കാംപോയിലാണ്. വീട്ടുപേര് കൊച്ചുവിളാക്കൽ കുടുംബാംഗമാണ് അമ്മ. നിങ്ങൾക്ക് എത്ര മക്കളാണുള്ളത്? 2 ആൺമക്കള്. 2 ആൺമക്കളാണ് നിങ്ങൾക്കുള്ളത്. നിഖിൽ എന്ത് ചെയ്യുന്നു? അവന് ഒരു കാറിന്റെ ടാറ്റയുടെ ഒരു കാറിന്റെ ഷോറൂമിലാണ്. ടാറ്റയുടെ കാർ ഷോറൂമില് ഡീലറായിട്ട് ജോലി ചെയ്യുകയാണ്. ഏത് സ്ഥലത്താണ്? മുക്കം എന്ന സ്ഥലത്ത് ടാറ്റയുടെ ഷോറൂമിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. അദ്ദേഹം വിവാഹിതനാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് ടിഞ്ചു. ടിഞ്ചുന്റെ വീട് എവിടെയാണ്? കക്കാടംപൊയിലാണ്. വീട്ടുപേര് തടത്തിൽ കുടുംബാംഗമാണ്. അവർക്ക് എത്ര കുട്ടികളുണ്ട്? 2 ആൺപിള്ളേര്. 2 ആൺപിള്ളേരാണ് അവർക്കുള്ളത്. അവരുടെ പേര്? മൂത്തതിന്റെ പേര് ഓസ്റ്റിൻ ആണ് മൂത്ത കുട്ടി. രണ്ടാമത്തെ പേര് റൂബിൻ എന്നാണ്. ടിഞ്ചു എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? അവള് MBRല് ഡയറ്റീഷ്യൻ. MBR ഹോസ്പിറ്റലിലാണ് അവിടെ ഡയറ്റീഷ്യനായിട്ട് ജോലി ചെയ്യുകയാണ്. അതെ. രണ്ടാമത്തെ പേര് അഖിൽ എന്നാണ് പേര്. അവൻ സാലോമിൽ വർക്ക് ചെയ്തു. സാലോം ഏത് സ്ഥലത്താണ്? പെരുവണ്ണാമൊഴി. സാലോമിൽ ഏത് പോസ്റ്റാണ്? ആർട്ട് ഡയറക്ടറായിട്ട്. അതായത് ശാലോം ടെലിവിഷനിലെ പെരുവണ്ണാമൊഴിയിലാണ് ഓഫീസ്. അവിടെ ആർട്ട് ഡയറക്ടറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ 2 ആൺകുട്ടികളാണ് നിങ്ങൾക്ക്. ടോമിച്ചേട്ടൻ, നിങ്ങൾ എത്ര മക്കളായിരുന്നു? ഞങ്ങള് 7 മക്കള്. 7 മക്കളാണ്. 4 ആണും 3 പെണ്ണും. ടോമിച്ചേട്ടൻ അതിനകത്ത് ഏറ്റവും ഇളയാണ്. ഞാനാണ് ഏറ്റവും ഇളയാണ്. ഏറ്റവും മൂത്തതാരാണ്? മൂത്ത് ജോസഫ്. ഔസേപ്പച്ചൻ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. അദ്ദേഹം എവിടെയാണ് താമസിക്കുന്നത്? മൂലേപ്പാടം. കക്കാടംപൊയിലിന്ന് ഒരു 6-7 കിലോമീറ്റർ അടുത്ത് മൂലേപ്പാടം താമസിക്കുന്നത്. അദ്ദേഹത്തിന് എന്തെങ്കിലും ജോലിയുണ്ടോ? അതോ കൃഷിയല്ല. കൃഷി തന്നെയാണ്. കൃഷിയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് അന്നമ്മ. അന്നമ്മയുടെ വീട് എവിടെയാണ്? തത്തലാത്ത്. വീട്ടുപേരാണ് ഇവിടെ തന്നെയായിരുന്നു. വീട്. അവർക്ക് എത്ര മക്കളുണ്ട്? 3 ആൺപിള്ളേര്. 3 ആൺകുട്ടികളാണ്. അവരുടെ പേര്? മൂത്ത മോന്റെ പേര് പ്രതീഷ്, പ്രിൻസ്,
പ്രിൻസ്, അങ്ങനെ 3 ആൺകുട്ടികളാണ് അതെ. അവർക്കുള്ളത്. അതിന്റെ താഴെയുള്ള സഹോദരൻ പിന്നെ തോമസ് എവിടെയാണ് താമസിക്കുന്നത്? തോമസ് കൂമ്പാറ എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഇവിടുത്തെ 4 കുടരഞ്ഞിയിൽ നിന്ന് 4 കിലോമീറ്ററേ ഉള്ളൂ കുമ്പാറയിലേക്ക്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് തെയ്യാമ്മയുടെ വീട് ഇവിടെ കൂടരഞ്ഞി തന്നെയാണ്. പേര് തറപ്പിൽ എന്നാണ് വീട്ടുപേര്. അവർക്ക് എത്ര മക്കളുണ്ട്? ഒരു പെങ്കൊച്ചു മാത്രം മാത്രമേ ഉള്ളൂ. പേര് ജൂബി എന്നാണ് കുട്ടിയുടെ പേര്. തൊട്ട് താഴെയുള്ളത് ബേബി കുര്യാക്കോസ് ബേബി എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹം എവിടെയാണ് താമസിക്കുന്നത്? ഇവിടെ കൂടരഞ്ഞി തന്നെയാണ്. പുള്ളി ഒരു വർഷം മുമ്പ് മരിച്ചുപോയി. ബേബി. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് ഗ്രേസിയുടെ വീട് ചെമ്പനോട എന്ന സ്ഥലത്താണ്. വീട്ടുപേര് മലയാറ്റൂർ എന്നാണ് വീട്ടുപേര്. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് 2 ആൺപിള്ളേര്. 2 ആൺപിള്ളേരാണ്. അവരുടെ പേര് മൂത്തവന്റെ മിഥുൻ, രണ്ടാമത്തെ ബോബിൻ. അങ്ങനെ 2 ആൺകുട്ടികളാണ് അവർക്കുള്ളത്. അതിന് താഴെയുള്ളത് മേരിയുടെ വീട് മേരി എങ്ങോട്ടാണ് വിവാഹം ചെയ്തത്? തിരുവാമ്പാടിയിലേക്കാണ്. വീട്ടുപേര് പുരയിടത്തിൽ. ഭർത്താവിന്റെ പേര് ജേക്കബ്. ജോസഫ് ആണ് വിളിക്കുന്നത്. ജേക്കബ് എന്നാണ് പേര്. അവരുടെ എത്ര മക്കളുണ്ട്? അവർക്ക് 3 പെൺപിള്ളേര്. 3 പെൺകുട്ടികളാണ് ഉള്ളത്. അവരുടെ പേര് മൂത്തവരുടെ പേര് ടിഷ. പിന്നെ ജിനു, പിന്നെ ജിയ. ഇങ്ങനെ 3 പെൺകുട്ടികളാണ് അവർക്കുള്ളത്. അതിന്റെ ഇളയത് ചിന്നമ്മ എങ്ങോട്ടാണ് വിവാഹം ചെയ്തിരിക്കുന്നത്? ചിന്നമ്മേനെ കല്യാണം കഴിച്ചുവിട്ടത് ആനിക്കാമ്പൊയിലാണ്. ഇപ്പൊ താമസിക്കുന്നത് വീടൊക്കെ വെച്ച് താമസിക്കുന്നത് കല്ലുരുട്ടി എന്ന സ്ഥലത്താണ് അവരിപ്പോൾ താമസിക്കുന്നത്. കൊച്ചുപിളാക്കൽ. ഭർത്താവിന്റെ പേര് തോമസ്. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് 2 ആൺപിള്ളേര്. 2 ആൺകുട്ടികളാണ്. അവരുടെ പേര് മൂത്തവന്റെ പേര് ജിൻഡോയും ജിതിലാണ് രണ്ടാമത്തെ കുട്ടികൾ. അതിന്റെ ഇളയത് ഗ്രേസിയാണ്. അതിന്റെ ഇളയത് ഗ്രേസിയെ വിവാഹം ചെയ്തിരിക്കുന്നത് പിന്നെ കോഴിക്കോടാണ്. വീട്ടുപേര് പൈക്കാട്ട്. ഭർത്താവിന്റെ പേര് സണ്ണി. അവർക്ക് എത്ര മക്കളാണ്? ഒരാണും ഒരു പെണ്ണും. ഒരാണും ഒരു പെണ്ണും. ഇത്രയുമാണ് സഹോദരങ്ങളുടെ വിവരങ്ങൾ. അതിന് സിൽവി ചേച്ചിയുടെ വീട്ടിലെ വിശേഷങ്ങൾ എന്ന് പറയാമോ? നിങ്ങൾ എത്ര മക്കളായിരുന്നു? ഞങ്ങൾ 7 പിള്ളേര്. 7 മക്കളാണ് ഉണ്ടായിരുന്നത്. സിൽവി ചേച്ചി എത്രാമത്തെ ആളാണ്? ഞാന് മൂന്നാമത്തെയാണ്. ഏറ്റവും മൂത്തയാള് മാമച്ചൻ. അവരെവിടെയാണ് താമസിക്കുന്നത്? അവര് പുല്ലുരാമ്പാറയാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് മേഴ്സി. മേഴ്സിയുടെ വീട്ടുപേര് പുഴമുടി എന്ന സ്ഥലത്ത് പൂതക്കുഴിയ വീട്ടുപേര്. പുഴമുടി എന്നതാണ് പൂതക്കുഴി എന്നതാണ് വീട്ടുപേര്. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് 2 പെൺമക്കളാണ്. അവരുടെ പേര് ടിങ്കിള് ടെസ്ന. അങ്ങനെ 2 പെൺകുട്ടികളാണ് അവർക്കുള്ളത്. ഈ സഹോദരങ്ങൾക്ക് ആർക്കെങ്കിലും ജോലിയുള്ളവരുണ്ടോ? ഇല്ല. എല്ലാവരും കൃഷി കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നവരാണ്. രണ്ടാമത്തെ ആള് ആൻസി. എവിടെ വിവാഹം ചെയ്തിരിക്കുന്നത്? ആൻസിയെ തോട്ടുമുക്ക എന്ന സ്ഥലത്താണ് വിവാഹം ചെയ്തിരിക്കുന്നത്. വാർത്തോലിൽ എന്നാണ് വീട്ടുപേര്. ഭർത്താവിന്റെ പേര് ജോണി. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് 3 പെൺമക്കളാണ്. 3 പെൺമക്കളാണ് ഉള്ളത്. അവരുടെ പേര് സിൻഡു, ടിൻഡു, റിൻഡു. അങ്ങനെ 3 കുട്ടികളാണ് അവർക്കുള്ളത്. അടുത്തയാള് ഞാന്, ചേച്ചിയാണ് മൂന്നാമത്തെ ആള്. അതിന്റെ താഴെ ആങ്ങളയാ തോമസ്. ഒഫീഷ്യല് വീട്ടിൽ തങ്കച്ചൻ എന്നാണ് വിളിക്കുന്നത്. ഒഫീഷ്യൽ ആയിട്ടുള്ള പേര് തോമസ്. തോമസിന്റെ ഭാര്യയുടെ പേര് അനിത ആണ്. വീട്ടുപേര് അനിതയുടെ വീട്ടുപേര് ചങ്ങാടപ്പള്ളിയിൽ നിന്നാണ് വീട്ടുപേര്. സ്ഥലം ചെമ്പുകടവാണ്. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് 2 ആൺമക്കള്. അവരുടെ പേര് ജീവൻ, പൊന്നു. അങ്ങനെ 2 കുട്ടികളാണ്. 2 ആൺമക്കള് അവർക്ക് ഉള്ളത്. അതിന്റെ ഇളയാള് സ്റ്റെല്ലയെ വിവാഹം ചെയ്തിരിക്കുന്നത് കല്യാണം കഴിച്ചിരിക്കുന്നത് നെല്ലിപ്പോയിൽ എന്ന സ്ഥലത്തേക്കാണ്. വീട്ടുപേര് കൊല്ലിച്ചിറ എന്നാണ് വീട്ടുപേര്. ഭർത്താവിന്റെ പേര്
തങ്കച്ചൻ. ആ. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് 2 മക്കള്. 2 മക്കളാണ് ആ. അവർക്കുള്ളത്. അവരുടെ പേര് മൂത്തയാള് ആഷസ്, രണ്ടാമത്തെ ആള് റാണിപ്രിയ. റാണിപ്രിയ. അങ്ങനെ 2 കുട്ടികളാണ്. 2 മക്കളാണ് അവർക്കുള്ളത്. അതിന്റെ ഇളയത് ജിൻസി. ജിൻസി എങ്ങോട്ടാണ് വിവാഹം ചെയ്തിരിക്കുന്നത്? ജിൻസിയെ കല്യാണം കഴിച്ചേക്കുന്നത് കോടഞ്ചേരി എന്ന സ്ഥലത്തേക്കാണ്. കാക്കനാട്ട് എന്നാണ് വീട്ടുപേര്. ഭർത്താവിന്റെ പേര് സജി. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് 3 മക്കള്. 3 മക്കളാണ് ഉള്ളത്. അവരുടെ പേര്? മൂത്തയാള് മിന്നു, രണ്ടാമത്തെ കുട്ടി ഔസു, മൂന്നാമത്തത് മിയ. അങ്ങനെ 3 കുട്ടികളാണ്. 3 കുട്ടികളാണ്. അതിന്റെ ഇളയത് ഏറ്റവും ഇളയതാണ് ബിന്ദു. ബിന്ദുവിനെ വിവാഹം ചെയ്തിരിക്കുന്നത്? ബിന്ദുമോളെ വിവാഹം ചെയ്തിരിക്കുന്നത് കക്കാടംപൊയിലാണ്. വീട്ടുപേര് പുത്തമ്പരയ്ക്കല്. കുടുംബത്തിലേക്കാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. ബിന്ദുമോള് 4 വർഷം മുമ്പ് മരിച്ചുപോയി. ഭർത്താവിന്റെ പേര് മനോജ്. അവർക്ക് കുട്ടികള്? 3 പെൺമക്കള്. 3 പെൺമക്കളാണ് അവരുടെ പേര്? അവരെ വീട്ടിൽ വിളിക്കുന്ന പേരെ ഞങ്ങൾക്ക് ഓർമ്മയുള്ളൂ. മൂത്ത പെൺകൊച്ച് പി എന്ന് വിളിക്കുന്നു, രണ്ടാമത്തെ ആളെ ആറ്റാന്ന് വിളിക്കുന്നു, മൂന്നാമത്തെ കൊച്ചിനെ കുക്കൂന്ന് വിളിക്കുന്നു. 3 പെൺപിള്ളേരാണുള്ളത്. അതെ, ഇതാണ് എന്റെ വീട്ടിലെ. അതെ. കുട്ടികളുടെയൊക്കെ വിദ്യാഭ്യാസം എത്രമാത്രമുണ്ട്? മൂത്തയാള്? അവന് ഡിപ്ലോമ തന്നെയാണ്. ഇൻസ്ട്രുമെന്റേഷനിലാണ് ഡിപ്ലോമ എടുത്തത്. അദ്ദേഹം ഈ ഷോറൂമില് 4-5 വർഷത്തേക്ക് ഗൾഫിലായിരുന്നു. കല്യാണം കഴിഞ്ഞ് പിന്നെ നിർത്തി പോന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ ടാറ്റയിലേക്ക് രണ്ടാമത്തെ ആള് ഡിപ്ലോമ തന്നെയാണ്. അവന് ഫൈൻ ആർട്സിലാണ് ഡിപ്ലോമ എടുത്തിരിക്കുന്നത്. അതെ, നല്ലപോലെ വരയ്ക്കും, നല്ല പടം വരയ്ക്കും. അതെ, അങ്ങനെയാണ് ആർട്ട് ഡയറക്ടർ. ഇപ്പോൾ 2 വർഷത്തോളമായി അവർ ജോലി ചെയ്യുന്നത്. നിങ്ങൾക്ക് പള്ളിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പള്ളിയില് പാരിഷ് കൗൺസിലറായിട്ട് പാരിഷ് കൗൺസിൽ മെമ്പർ ആയിരുന്നു. ഞാനും അതെ. പിന്നെ മാതൃസംഘത്തില് ഞാൻ അംഗമായിരുന്നു. അങ്ങനെ പള്ളിയായിട്ട് അതെ ഉണ്ട്. എല്ലാ ദിവസവും പള്ളിയിലും പോയിക്കൊണ്ടിരിക്കുന്നു. കുടുംബത്തിന്റെ വിവരങ്ങളെല്ലാം സന്തോഷമുണ്ട്.